ഇത് വേഗം എത്ര നേരം എനിക്ക് എല്ലാവരുടെ ഓഡീഷൻ കഴിഞ്ഞാ പുള്ളി ഭയങ്കര ചൂടാണ്. കാര്യങ്ങളൊക്കെ ഇച്ചിരി നോക്കുന്നില്ല. പുള്ളി പറയുന്ന അത് ചിരിച്ച് കളിച്ചവിടെ നിൽക്കല്ലോ. പുള്ളി പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടല്ലോ. ആ പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ സമയം മാറ്റി വെച്ചേക്കും. ഇനി വേറൊരു മണ്ഡലം കൂടി വരാനുണ്ട് സാറേ. ഞാൻ ആ പറഞ്ഞ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ട്രയൽ പോയി നോക്കാം സാറേ. എത്ര സമയമായി സാറേ? അത് ഈ സമയത്താണ് വരാൻ പറഞ്ഞത് സാറേ. കുട്ടിയോട് പറഞ്ഞിരുന്നു, പക്ഷെ അത് വരാഴ്ച താമസിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സംവിധായകൻ ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണല്ലേ? നമുക്ക് വേണ്ട കഥാപാത്രത്തെ കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കാം സാർ. ഇതൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒരാളും കൂടി ഉണ്ട് കേട്ടോ സാർ. ആ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പൊയ്ക്കോളാൻ പറഞ്ഞേര്. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. സമയം പോകുന്നു. ഓക്കെ സാറേ. ഇത് വിഷ്ണുലക്ഷ്മി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ സാറേ. ഒത്തിരി അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കെന്നാ ഒരു സിറ്റുവേഷൻ ഞാൻ പറയും, ഒന്ന് ചെയ്തു കാണിക്കും. അപ്പം സിറ്റുവേഷൻ ഇതാണ്. ഒരു മേലുദ്യോഗസ്ഥൻ തന്റെ കീഴ്ജീവനക്കാരിന് നിരന്തരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൾ ഒരു ദിവസം പ്രതികരിക്കുന്നതാണ് സിറ്റുവേഷൻ. ഓക്കെ, ക്യാരി ഓൺ, പറയൂ. ബാഗ് വേണം അവിടെ മാറ്റി വെച്ചോളൂ. ഞാനൊന്ന് കാണിക്കാം. സിറ്റുവേഷൻ ഇതാണ്. ഒരു മേലുദ്യോഗസ്ഥൻ മാസങ്ങൾക്ക് മുമ്പേ നമ്മളെ തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ താൻ ഒരു ദിവസം പ്രതികരിക്കുന്നതാണ് സിറ്റുവേഷൻ. ഓക്കെ, ടേക്ക്. ഇപ്പൊ കാണിച്ചു തരാവേ, ഒരു 2 മിനിറ്റ്. താൻ ആരാന്ന തന്റെ വിചാരം? നീ ഏതാ? നിന്റെ ജോലി എനിക്ക് വേണ്ട. എന്നോട് അഭിനയിക്കാനേ പറഞ്ഞുള്ളൂ, ജീവിക്കാനായിട്ട് പറഞ്ഞില്ല. അതിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യു ആർ സെലക്ടഡ്. ഓക്കെ, ത്യാഗു എല്ലാം പാക്ക് ചെയ്തേക്കാം. അല്ല സാറേ, ഞാൻ മറ്റേ മെയിനാണ് അവന്റെ കാര്യം പറഞ്ഞു. ഓ വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. ഒരു വിധത്തിലാണ് പറഞ്ഞ എല്ലാം ശരിയാക്കിയിരിക്കണത്. പുള്ളി ആകെ കളിപ്പാറ്റേക്ക്. പിന്നെ നീ എന്തിനാ കിടന്ന് വിറക്കണത്? ഇങ്ങോട്ട് വാ, കുണുങ്ങാതെ ആവ്യാമാതനൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് വാ സാറേ. ഇതാ ഞാൻ പറഞ്ഞ ആള് ഉണ്ണികൃഷ്ണൻ സാറേ. സാറേ സാറേ ഇതാണ് ഉണ്ണികൃഷ്ണൻ. ആ മറ്റേ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ ഒരാളാണെന്ന് പറഞ്ഞു. നീ പറയുന്നത് നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യാം. അവൻ സ്കൂളിലൊക്കെ ഈ ആക്ടിങ് താൻ എന്തൊക്കെ ചെയ്യും? എല്ലാം ചെയ്യും സാർ. ആക്ടിംഗ് പറഞ്ഞ എന്റെ പാഷനാണ്. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്. പിന്നെ ആക്ടിംഗ് ഇസ് നോട്ട് ആക്ടിംഗ്, ഇറ്റ് ഈസ് ബിഹേവിംഗ്. തിയററ്റിക്കലൊക്കെ മതി, ഇനി പ്രാക്ടിക്കലി. താനൊരു സിറ്റുവേഷൻ അഭിനയിച്ച് കാണിച്ചേ. താണ്ടെ എന്ത് സിറ്റുവേഷൻ ആണ് സാർ? സാർ പറയുന്നത് ഏത് സിറ്റുവേഷൻ ഞാൻ അഭിനയിക്കും? ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എത്ര കോൺഫിഡന്റ് ആണ് സാർ. വേറെ നിവൃത്തിയില്ലാത്തതാണ് സാർ. തനിക്കുള്ള സിറ്റുവേഷൻ ഇതാണ്. താനൊരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യും സാർ. ഇതാണ് തനിക്കുള്ള സിറ്റുവേഷൻ. അപ്പൊ ഒന്ന് കാണിച്ചേ. താണ്ടെ പ്രപ്പോസ് ചെയ്യും സാർ. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ നടന്നു വരികയാണ് സാർ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവളോട് പ്രപ്പോസ് ചെയ്യാൻ പോകും. പെൺകുട്ടി നടന്നു വരുന്നു. തന്നെ എന്താ പറഞ്ഞ പെൺകുട്ടിനെ പ്രപ്പോസ് ചെയ്യാനല്ലേ, അല്ലാണ്ട് അതിനെ തട്ടിക്കൊണ്ടുപോകാനല്ലോ. ഇങ്ങനെയാണ് സാർ പ്രപ്പോസ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ സാർ ചെയ്യുന്നത്? തനിക്കൊരു അവസരം കൂടി തരാം. തന്നെ ഒന്നുകൂടി ചെയ്ത് നോക്ക്. ഒന്നുകൂടി ചെയ്യാം സാർ. അതിൽ സംശയമുണ്ട്. അപ്പൊ പെൺകുട്ടി ഈ സിറ്റുവേഷൻ തന്നെ സാർ. പെൺകുട്ടി നടന്നു വരുന്നു, ഞാൻ പ്രപ്പോസ് ചെയ്യണം. എന്താണ് ഉരുളിയും കെട്ട് വെയിലും ചാടി വരുന്നത്? ഇങ്ങനെയൊക്കെയാണോ സ്നേഹിക്കുന്നത്? പ്രപ്പോസലാണ് സാർ. എന്നെ വിളിച്ചോ. എന്റെ അഭിനയമാണ് സാർ. ഒരുപാട് നാളത്തെ അലച്ചില് ശ്രമം അഭിനയമാണ് സാർ. ഒരുപാട് നാളത്തെ പാഷൻ. അച്ഛൻ അമ്മയൊക്കെ സാർ. അവര് രാത്രി ഒരു ചീത്ത വിളിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ വർഷങ്ങളായിട്ടുള്ള അധ്വാനമാണ് സാർ. വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. അവരുടെ മകൻ, ഞാൻ ഒറ്റ മകനാണ്. അവരുടെ മകന്റെ മുഖം സ്ക്രീനിൽ കാണുന്നതെങ്കിൽ അച്ഛനും അമ്മയും ഓരോ ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് ജീവിക്കുന്നു. അച്ഛൻ പാവം രാവിലെ ലോട്ടറി പണിക്ക് പോകും, വൈകിട്ട് പമ്പിലും നിൽക്കും. അമ്മയ്ക്കാണെങ്കിൽ 24 മണിക്കൂർ തൊഴിലുറപ്പ്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ വരുന്നത് സാർ. എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം സാർ. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഞാൻ തിരക്കി നടന്നത്. ഞാനോ